നമസ്കാരം, സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. പാർലമെന്റിന്റെ സഭ ചേർന്നുകൊണ്ടിരിക്കെ ഇന്നലെയാണ് അപ്രതീക്ഷിതമായി രണ്ട് യുവാക്കൾ സഭയ്ക്കകത്തേക്ക് കടന്നു വരികയും മഞ്ഞ സ്പ്രേ, അതായത് പുകപടലം ഉയർത്തുകയും ചെയ്തത്. ഏകാധിപത്യം അനുവദിക്കില്ലെന്നും തൊഴിലില്ലായ്മ അടക്കമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യുവാക്കൾ പാർലമെന്റിനകത്ത് കയറി പ്രതിഷേധിക്കാൻ തീരുമാനിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നത്. ഇന്നിപ്പോൾ അറസ്റ്റിലായ ആളുകൾക്കെതിരെ UAPA ചുമത്തുന്നു, അവരെ കസ്റ്റഡിയിലോട്ട് അയക്കുന്നത് നമ്മൾ കണ്ടു. പുതിയ പാർലമെന്റ് മന്ദിരത്തിലാണ് സഭാ സമ്മേളനങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. എന്ന് വെച്ചാൽ അങ്ങേയറ്റം ആധുനികമാക്കപ്പെട്ട ഒരു മന്ദിരത്തിനകത്താണ് നമ്മുടെ നിയമനിർമ്മാണങ്ങൾ നടക്കുന്നത് എന്ന് നാം വിചാരിക്കുന്നു. 30 കോടിയിലധികം രൂപ സുരക്ഷാ സംവിധാനങ്ങൾക്കും വേണ്ടി മാത്രമായി ചെലവാക്കിയിട്ടുണ്ട് എന്ന വീമ്പ് നമ്മൾ കണ്ടതാണ്. പക്ഷേ എന്നിട്ടും ഷൂവിനകത്ത് ഒരു സംഗതി ഒളിപ്പിച്ച് വെച്ച് അകത്ത് കിടക്കാനും അത് പ്രയോഗിക്കാനും രണ്ട് പ്രതിഷേധക്കാർക്ക് കഴിഞ്ഞു. അപ്പോൾ സുരക്ഷ എന്ന് പറയുന്നത് എന്തുമാത്രം കുഴപ്പത്തിലാണ് എന്നതിലേക്ക് വിരൽ ചൂണ്ടുകയാണ് അത്. രണ്ടുപേർക്ക് ഒരുവിധ സ്ക്രീനിങ്ങും സ്കാനിങ്ങും പരിശോധനയും ഇല്ലാതെ എന്ത് എക്യുപ്മെൻറ്റുമായിട്ടും എന്ത് വെപ്പണുമായിട്ടും അകത്ത് കടക്കാൻ കഴിയുന്ന സാഹചര്യം സഭയിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായ സഭയ്ക്കകത്തേക്ക് ഈ തരത്തിൽ ആർക്കും കടന്നു വരാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് ആരാണ്? ആഭ്യന്തര സുരക്ഷയെക്കുറിച്ച് എപ്പോഴും സംസാരിക്കുന്ന, ആഭ്യന്തര സുരക്ഷയുടെ മൊത്തക്കുത്തക ഞങ്ങൾക്കാണ് എന്ന് പറയുന്ന, ഞങ്ങളുടെ കാലത്ത് അല്ലാത്തപ്പോഴൊക്കെ വലിയ തോതിൽ സുരക്ഷ കുഴപ്പത്തിലായിരുന്നു എന്ന ആക്ഷേപം ഉന്നയിക്കുന്ന ഒരു ഭരണകൂടം ഇതിനെ ഇത്രമേൽ ചെറുതായി കാണാൻ കഴിയുന്ന ഒന്നാണോ? രണ്ടാമത്തെ കാര്യം, ചെറുപ്പക്കാർ ഇതിനകത്തേക്ക് കടന്നു വരുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഭീകരാക്രമണത്തിനല്ല. മനുഷ്യരെ ആക്രമിക്കുക എന്ന ഉദ്ദേശം അവർക്കില്ല. പകരം ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുക എന്നാണ് അവരുടെ ഉദ്ദേശം. അവർക്കതിന് കൃത്യമായ കാരണങ്ങളും വിഷയങ്ങളും ഉണ്ട്. നമ്മൾ സുരക്ഷ എന്ന പ്രശ്നത്തിൽ മാത്രം ഒതുങ്ങിക്കൂടുകയും ചെറുപ്പക്കാർ എന്തുകൊണ്ട് ഈ നിലയ്ക്കുള്ള അതിക്രിയകളിലേക്ക് പോകുന്നു, കടുത്ത പ്രതിഷേധ മാർഗങ്ങളെ അവർ അവലംബിക്കുന്നു, അതിനുള്ള കാരണം എന്താണ്, ഗ്രൗണ്ടിൽ എന്താണ് സംഭവിക്കുന്നതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ, സംസാരിക്കാൻ നമ്മുടെ പ്രതിപക്ഷത്തെ പാർട്ടികളും സർക്കാരും ധൈര്യം കാണിക്കുമോ? അതോ ദേശസുരക്ഷ എന്ന ഒരു പുകപടലത്തിനകത്ത് നിന്നുകൊണ്ട് മറ്റൊന്നിനെയും കുറിച്ച് സംസാരിക്കാൻ കഴിയാത്ത വിധം എല്ലാം അടച്ചു വെച്ചിരിക്കുകയാണോ നമ്മൾ? അങ്ങനെ പല തരത്തിലുള്ള കാഴ്ചകൾ സാധ്യമായിട്ടുള്ള ഒരു വിഷയമാണ് ഇന്നലെ ലോക്സഭയിൽ ഉണ്ടായത്. ആ വിഷയം സംസാരിക്കുകയാണ്. നിശ്ചയമായും ഈ വിഷയത്തിൽ മറുപടി പറയേണ്ട പാർട്ടി BJP ആണ്. പക്ഷേ ഇന്നലെയും ഇന്നും ഈ വിഷയത്തിൽ പ്രതികരിക്കാനോ അഭിപ്രായം പറയാനോ നിലപാട് വ്യക്തമാക്കാനോ BJP പ്രതിനിധികളെ അയക്കില്ല എന്ന് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്ന പോലെ കേന്ദ്ര സർക്കാർ തന്നെ ഈ കാര്യത്തിൽ സ്വീകരിക്കുന്ന ഒരു സമീപനം എന്താണെന്ന് വ്യക്തമാണ്. എന്നോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ MP ഫൈസൽ MP ഉണ്ട്, ലക്ഷദ്വീപ് MP, NCPയുടെ പ്രതിനിധി PDT ആചാര്യ ഉണ്ട്, ലോക്സഭയുടെ മുൻ സെക്രട്ടറി ജനറൽ ഡോക്ടർ മോഹൻ വർഗീസ് ഉണ്ട്, നിരീക്ഷകൻ. ഒപ്പം BJP സർക്കാരിനെ വേണ്ടി സംസാരിക്കാൻ നമ്മൾ ചില ആളുകളെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യം ഫൈസൽ, നോക്കൂ, ഇത് വളരെ ഗുരുതര സ്വഭാവമുള്ള ഒരു സംഗതിയാണ്. നമുക്ക് ആദ്യം സുരക്ഷാ വീഴ്ചയിലേക്ക് തന്നെ വന്നാൽ, പാർലമെൻറ്റ് എന്ന് പറയുന്ന പുതിയ പാർലമെൻറ്റ് മന്ദിരം, എല്ലാ ആധുനിക സുരക്ഷാ സംവിധാനങ്ങളും ഉള്ള ഒരു സ്ഥലത്തിൽ, ഒരു കേന്ദ്രത്തിലേക്ക് ആളുകൾക്ക് ഇങ്ങനെ വരാൻ കഴിയുക, പ്രൊട്ടസ്റ്റ് ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് വലിയ ഒരു വീഴ്ചയാണ്. പക്ഷെ അതിനെ വളരെ സിമ്പിളായി, വളരെ സിംപ്ലിഫൈ ചെയ്ത് കൈകാര്യം ചെയ്യുന്നു കേന്ദ്ര സർക്കാർ. വളരെ ലാഘവത്തോടെ അതിനെ ഡീൽ ചെയ്യാണ്. അതിനെങ്ങനെ പറ്റുന്നു അവർക്ക്? ഇവിടെ രണ്ട് കാര്യങ്ങളാണ് താങ്കളിവിടെ എൻ്റെ പ്രാരംഭഘട്ട ചർച്ചയുടെ ഭാഗമായിട്ട് പറഞ്ഞതൊന്ന് സുരക്ഷാ വീഴ്ചയെക്കുറിച്ചും, ഇവിടെ ഈ പറയപ്പെട്ട രണ്ട് യുവാക്കൾ പാർലമെൻറ്റിനകത്ത് കയറിയതും അവരുടെ കൂട്ടുകാർ പുറത്ത് വിളിച്ച മുദ്രാവാക്യങ്ങളും എന്തൊക്കെയായിരുന്നു എന്നുള്ളൊരു ചർച്ചയായിരുന്നു നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആങ്കർ പറഞ്ഞു. ഇതിൽ ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി വളരെ അഭിമാനപൂർവ്വം പുതിയ പാർലമെൻറ്റ് ഉദ്ഘാടന ചടങ്ങിലും അതിനു മുമ്പും എടുത്തു പറഞ്ഞ വിഷയമാണ് ഈ പാർലമെൻറ്റ് അതിനൂതനമായ സാങ്കേതിക വിദ്യകൾ, ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻ വെച്ചുകൊണ്ട് സെക്യൂരിറ്റി ആസ്പെക്ട്സിൽ എല്ലാ കാര്യങ്ങളും എൻകംപാസ് ചെയ്തുകൊണ്ട് ആണ് ഇതിൻ്റെ പ്രവർത്തനം ഉണ്ടാവുക എന്നുള്ള രീതിയിലേക്കുള്ള അഭിമാനപൂർവ്വം പറഞ്ഞ ആ സംഗതി തന്നെ വളരെ അനായാസം രണ്ടുപേര് അത് ഭേദിച്ചുകൊണ്ട് പാർലമെൻറ്റിൻ്റെ അകത്തേക്ക് കടന്നിരിക്കുകയാണ്. ഇത് കടന്നിരിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായ, ഏറ്റവും ഉന്നത സഭയായ ലോകസഭയിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ സംവിധാനിച്ചു വച്ചിരിക്കുന്ന സെക്യൂരിറ്റി സിസ്റ്റംസൊക്കെ തന്നെ യഥാർത്ഥത്തിൽ ഇത് പ്രാവർത്തികമാണോ എന്ന് ചിന്തിക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ വരികയാണ്. ഇവിടെ ഒരു വിസിറ്റർക്ക് പാർലമെൻറ്റിലേക്ക് കയറണമെങ്കിൽ
സാധാരണ രീതിയിൽ ഞാൻ കണ്ടിടത്തോളം 1, 2, 3, 4, 5 തവണകളായിട്ട് അവരുടെ ബോഡി ഫ്രിസ്കിങ്ങും എക്സ്റേയും ബാക്കിയുള്ള എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞതിന് ശേഷമേ അകത്തേക്ക് കയറാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഈ പറയപ്പെടുന്ന 2 വ്യക്തികൾ, അകത്ത് കയറിയ 2 വ്യക്തികളെ ഇത്രയും ചെക്കിംഗ് ഒക്കെ നടത്തിയിട്ടും ഈ സാധനം ഷൂവിൻ്റെ അകത്ത് ഒളിപ്പിച്ചു വെച്ച സാധനം കണ്ടില്ല എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നുകിൽ ഇവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങൾ യഥാർത്ഥമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്ന സംഭവങ്ങൾ ശരിയല്ല എന്നെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരെ നിയോഗിച്ചിരിക്കുന്നതിൽ എന്തെങ്കിലും അവർക്ക് ഓവർ ബേർഡനായിട്ട് ജോലികൾ ചെയ്യേണ്ട സാഹചര്യം വരുന്നുണ്ടോ എന്നുള്ള കാര്യം. ഇവിടെ വളരെ വ്യക്തമായിട്ട് നമുക്കറിയാവുന്ന കാര്യമാണ്. ഏകദേശം 173ഓളം സെക്യൂരിറ്റി സ്റ്റാഫുകൾ ഇന്ന് അണ്ടർ സ്റ്റാഫ്ഡാണ് പാർലമെൻറ്റിൽ. അത്രയും സ്റ്റാഫുകൾ ഇല്ലാത്ത സാഹചര്യം വരുമ്പോൾ ഈ ഉള്ള സെക്യൂരിറ്റി സ്റ്റാഫുകളെ വെച്ചുകൊണ്ട് ഇല്ലാത്ത സ്റ്റാഫുകളുടെ വർക്കും കൂടി എക്സ്ട്രാ അഡീഷണലായിട്ട് ഓവർ ബർഡൻഡായിട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നു. നോക്കൂ, വേറൊരു കാര്യം, പഴയ പാർലമെൻറ്റിൻ്റെ അകത്ത് 3500ഓളം തസ്തികകൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ തസ്തികകളിൽ നിന്നും പുതിയ പാർലമെൻറ്റിലേക്ക് കടന്നു വരുമ്പോൾ, പുതിയ പാർലമെൻറ്റ് എന്ന് പറയുമ്പോൾ കൂടുതൽ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യാനും കൂടുതൽ വിസിറ്റേഴ്സിനെ അക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്ന സൗകര്യമുള്ള പാർലമെൻറ്റിലേക്ക് കടന്നു വരുമ്പോൾ ഈ 3500 നിന്നും വീണ്ടും 1500 ആളെ പിരിച്ചുവിട്ടുകൊണ്ട് വീണ്ടും ചുരുക്കിക്കൊണ്ടുള്ള ആൾക്കാരാണ് എടുക്കുന്നത്. ഈ നിലപാട്, സർക്കാരിൻ്റെ നിലപാട്, ഇത് ഈ മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇന്ന് BJPയുടെ നിലപാട് എവിടൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഒഴിവാക്കാൻ പറ്റും, കോൺട്രാക്ട് ജീവനക്കാരെ ഒഴിവാക്കാൻ പറ്റും, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ജോലി ഒഴിവാക്കിക്കൊണ്ടുള്ള പിരിച്ചുവിട്ടുകൊണ്ടുള്ള നിലപാടുകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സെക്യൂരിറ്റി സ്റ്റാഫാകട്ടെ, മറ്റ് പുറത്തുള്ള ഡൽഹി പോലീസുകളാവട്ടെ, ഇവർക്കൊക്കെ ഓവർ ബേർഡൻഡായിട്ട് ജോലി ചെയ്യേണ്ടി വരുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അവർ ഈ 173 ആൾക്കാർക്കും അവർ ഷെയർ ചെയ്തെടുക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ഉള്ള ആൾക്കാരെ വെച്ചുകൊണ്ട് ചെയ്യിപ്പിക്കേണ്ട സാഹചര്യം വരുന്നുണ്ടോ? ഇതും ഒരു കാരണമായി വന്നുകൂടെ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമതായിട്ട്, ഇവിടെ ഈ പറയപ്പെട്ട സുരക്ഷയുടെ ഫുൾ ഉത്തരവാദിത്തം ഞങ്ങളുടെ കൈവശത്താണ് ഈ ഇന്ത്യ ഇന്ന് നിലനിന്ന് പോകുന്നതെന്നുള്ള വിളിച്ചോതുന്ന മുദ്രാവാക്യങ്ങൾ വിളിക്കുന്ന BJPക്ക് ഈ പറയപ്പെട്ട ഈ വിഷയത്തെ എന്തുകൊണ്ട് ഈ 2 മുദ്രാവാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇവർ വിളിച്ച അല്ലെങ്കിൽ ആ പ്രവൃത്തിയെ അനുകൂലിച്ചുകൊണ്ട് പറയുകയല്ല, പക്ഷേ അവർ വിളിച്ചിരിക്കുന്ന മുദ്രാവാക്യങ്ങൾ ഞങ്ങൾക്കിവിടെ ജോലിയില്ലാത്ത, ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ട് പോകുന്നത്. ഞങ്ങൾക്ക് ഓരോ സാഹചര്യത്തിലും ഈ ഇന്ത്യയിൽ തുറന്നു കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. കർഷകന്മാർ ഒരുപാട് ബുദ്ധിമുട്ടിലാണ്. അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാത്ത സാഹചര്യമാണ്. വീടുകളിൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൂടുകയാണ്. ഈ വിഷയങ്ങളൊക്കെ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന പ്രതിപക്ഷ MP-മാരെ അവരെ പാർലമെൻറ്റിൽ നിന്നും എങ്ങനെ പുറത്താക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ തെളിവുകളാണ് നമുക്ക് മുമ്പിലുള്ളത്. രാഹുൽ ഗാന്ധി സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചത്. ഇന്ന് മഹുവ മൊയ്ത്രയെ പുറത്താക്കാൻ വേണ്ടിയെടുത്ത നിലപാടുകൾ എന്താണ്? സുരക്ഷാ വീഴ്ച നടത്തി എന്നുള്ളതാണ്. മഹുവ മൊയ്ത്ര അവരുടെ പാസ്വേഡും അവരുടെ യൂസർ ID-യും പുറത്തുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ പുറത്തുള്ള ഒരാൾക്ക് കൊടുത്തു. അത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എത്തിക്സ് കമ്മിറ്റിയെ വിളിച്ചു വരുത്തി കമ്മിറ്റി കൊടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് മഹുവ മൊയ്ത്രയെ പുറത്താക്കാനെടുത്ത വ്യഗ്രത എന്തായിരുന്നു? മഹുവ മൊയ്ത്ര പ്രതിപക്ഷത്തിൽ നിന്നുകൊണ്ട് ഈ പറയപ്പെട്ട വിഷയങ്ങൾ വളരെ ഗൗരവപൂർവ്വം അവതരിപ്പിക്കുന്നു, അത് ഗവൺമെൻറ്റിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് മനസ്സിലായിക്കൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ ശബ്ദങ്ങളെ അടിച്ചമർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മഹുവ മൊയ്ത്രയും പുറത്താക്കി. അതിൽ ഇരയായ വ്യക്തി കൂടിയാണ് ഞാനും. ഇവിടെ ഈ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ ശ്രമിക്കുന്നവർ എന്തുകൊണ്ട് ഇന്നും പാർലമെൻറ്റ് പ്രക്ഷുബ്ധമായി കഴിഞ്ഞു. പാർലമെൻറ്റിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി വന്നുകൊണ്ട് നടത്താൻ തയ്യാറായിട്ടില്ല. അതിനെതിരെ പ്രതിഷേധിച്ചവർ ഇന്ന് പ്രതിപക്ഷ MP-മാരെ ഏകദേശം 14 MP-മാരെ ഇന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഈ നിലപാടുകളാണ് ഗവൺമെൻറ്. കാരണം പ്രതിപക്ഷം എന്താണോ പറയുന്നതെന്നൊന്ന് ഉൾക്കൊള്ളാൻ പോലും തയ്യാറാവാതെ, അവർ പറയുന്ന കാര്യങ്ങൾ ഇതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് മനസ്സിലാക്കാതെ ഗവൺമെന്റ് പ്രതിപക്ഷത്തോട് കാണിക്കുന്ന മാത്രമല്ല അതിന്മേൽ പ്രതിഷേധിക്കുന്ന ആളുകളെ പ്രതികാര ബുദ്ധിയോടെ പുറത്താക്കുകയും ചെയ്യുന്നു എന്ന് പറയുകയാണ് ശ്രീ ഫൈസൽ. ശ്രീ PDT ആചാരി, മുൻ ലോക്സഭാ സെക്രട്ടറി ജനറൽ. ശ്രീ ആചാരി, താങ്കൾ സർവീസിൽ ഉണ്ടായിരുന്നപ്പോൾ സുരക്ഷയുടെ അടക്കം ചുമതല വഹിച്ചിരുന്ന ആളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
നമ്മൾ ആ കാലത്ത് നിന്ന് കേട്ടിട്ടില്ലാത്ത ഒന്നാണ് ഈ സുരക്ഷാ വീഴ്ച. ഇത് ആളുകൾ രണ്ടുപേർ അകത്ത് വന്നു, അവർക്കുള്ളത് പൊളിറ്റിക്കൽ പ്രൊട്ടസ്റ്റാണ്, ആ നിലക്കുള്ള മുദ്രാവാക്യം വിളിച്ചു, അവർ ഈ എന്താ പറയുക സ്മോക്ക് ടിൻ പൊട്ടിച്ചു. അതുകൊണ്ട് വലിയ അപകടം അത്യാപത്വം ഒന്നും ഉണ്ടായില്ല, പ്രൊട്ടസ്റ്റ് മാത്രമായിരുന്നു, ഭീകരാക്രമണമൊന്നും അല്ല. പക്ഷേ ഇതിനൊരു സെക്യൂരിറ്റി ലാപ്സ് എന്ന നിലയ്ക്ക് തന്നെ കാണണ്ടേ, ആ നിലയ്ക്കുള്ള ഗൗരവം കൊടുക്കണ്ടേ, ആ നിലയ്ക്ക് രാജ്യത്തോട് വിശദീകരിക്കേണ്ടേ? ഇത് അത്ര ഗൗരവമുള്ള സംഗതിയല്ല. അതോ ഒരു പ്രൊട്ടസ്റ്റ് മാത്രമായിരുന്നു എന്നതുകൊണ്ട് സില്ലി ആയിട്ട് കാണുക, സ്പീക്കർ പറഞ്ഞോട്ടെ, പാർലമെന്ററി കാര്യമന്ത്രി എഴുതിയ പ്രസ്താവന വായിച്ചോട്ടെ എന്ന നിലയ്ക്ക് കണ്ടാൽ മതിയോ? തീർച്ചയായിട്ടും അത് അങ്ങനെ ചെയ്താൽ പോരാ. കാരണം സെക്യൂരിറ്റി വീഴ്ച പാർലമെന്റിനകത്ത് ഉണ്ടാകുന്നത് വളരെ സീരിയസ് ആയ കോൺസിക്വൻസസ് ഉണ്ടാക്കാവുന്നതാണ്. നമ്മൾ നേരത്തെ കണ്ടത് 2001 കണ്ടത് പാർലമെന്റിന്റെ പുറത്തായിരുന്നു നടന്നത്. പക്ഷെ ഇപ്പം പാർലമെന്റിന്റെ ഉള്ളിലാണ്. പാർലമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അതിന്റെ കോർ എന്ന് പറയുന്ന സഭയാണ്. ഈ സഭയിൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് അതിനൊരു ത്രെട്ട് വരുന്നത് ഗാലറിയിൽ നിന്നാണ്, വേറെ എങ്ങൊന്നും വരാൻ സാധ്യതയില്ല. അപ്പോൾ ഗാലറി വളരെ സുരക്ഷിതമായിരിക്കണം എന്നുള്ളതാണ്. ഈ ഗാലറിയുടെ സുരക്ഷയെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം. അതായത് ഗാലറിയിൽ ഇപ്പോൾ വിസിറ്റേഴ്സ് വന്ന് അവിടെ ഇരിക്കുന്നത്, ഇപ്പോൾ ഒരു ബെഞ്ചിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ആ ബെഞ്ചിൻ്റെ രണ്ട് അറ്റത്തും എൻഡിലും ഇരിക്കുന്നത് സെക്യൂരിറ്റിക്കാരാണ്. രണ്ടുപേര് ഇരിക്കും ഓരോ ബെഞ്ചിലും. അങ്ങനെയാണ് അത് ഈ സെക്യൂരിറ്റി സംവിധാനം അവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അവിടെ ഇരിക്കുന്ന ഈ വിസിറ്റേഴ്സിനെ സദാസമയവും വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ഈ സെക്യൂരിറ്റിക്കാർ അവിടെ നിന്ന് ഈ സഭയിൽ നടക്കുന്ന കാര്യങ്ങൾ കാണുകയല്ല അവരുടെ ജോലി. അവരുടെ ജോലി എപ്പോഴും അവരുടെ കണ്ണ് എന്ന് പറയുന്നത് ഈ ആളുകളുടെ ഈ വിസിറ്റേഴ്സിന്റെ മുകളിലാണ്. അവർ കൈയൊന്ന് അനക്കിയാൽ സെക്യൂരിറ്റിക്കാർ ഉടനെ അവരെ തടയും. അവര് എന്തെങ്കിലും സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നിർത്തും. സംസാരിക്കാൻ പാടില്ല എന്ന് നേരത്തെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അവർ കാലൊന്ന് നീട്ടിക്കഴിഞ്ഞാൽ ഉടൻ പറയും അത് പാടില്ല എന്ന് പറയും. അവരോട് എണീറ്റ് നിന്ന് കഴിഞ്ഞാൽ ഒന്നുകിൽ അവരെ പിടിച്ചിരുത്തുകയോ അല്ലെങ്കിൽ വെളിയിൽ കൊണ്ടുപോവുകയോ ചെയ്യും. ഇങ്ങനെയുള്ള, അതായത് ഒരു മെഷീന്റെ മാതിരി ഈ വിസിറ്റേഴ്സ് അവിടെ ഇരിക്കണം 1 മണിക്കൂർ. അങ്ങനെയാണ് അത് ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് 2 ആളുകൾ എണീറ്റ് അവരുടെ സീറ്റുകളിൽ നിന്ന് എണീറ്റ് മാറിപ്പോയി ആ ഓടിയ സഭയുടെ അകത്തേക്ക് ചാടുക എന്ന് പറയുന്നത്, അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതെങ്ങനെ നടക്കുന്നു എന്നുള്ളത്. ഈ സെക്യൂരിറ്റിക്കാരുടെ ഒരു ലെവൽ ഓഫ് അലേർട്ട്നെസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം സെക്യൂരിറ്റിക്കാർ ഇപ്പോൾ ഒരാള് ഒരു മുദ്രാവാക്യം വിളിക്കുക, അത് ഉണ്ടായിട്ടുണ്ട് ചില സമയങ്ങളിലൊക്കെ. മുദ്രാവാക്യം വിളിക്കുക, ആ സമയത്ത് തന്നെ അവർ ആ കൈകൊണ്ട് ആ ആളിന്റെ വാ പൊത്തിയിട്ട് ആ ആളിനെ ഫിസിക്കലി എടുത്ത് വെളിയിൽ കൊണ്ടുപോവുകയാണ് സാധാരണ പതിവ്. അതെല്ലാം 1 മിനിറ്റിനുള്ളിൽ നടന്നിരിക്കും. അത്ര എക്സ്പേർട്ടുകളാണ് അവർ. ഡൽഹി പോലീസിന്റെ സെക്യൂരിറ്റി ആൾക്കാരാണ് അവർ. ഇതാണ് ഗാലറിയിൽ നടക്കുന്നത്. ഇതേ നടക്കാൻ സാധ്യതയുള്ളൂ. പിന്നെ എങ്ങനെയാണ് ഈ ആളുകൾ അവിടുന്ന് അവരുടെ സീറ്റിൽ നിന്ന് ഇറങ്ങി എണ്ണീറ്റ് ഓടി വന്ന് ഈ ഹൗസിലേക്ക് ചാടിയത് എന്നുള്ളത് അത് വളരെ അത്ഭുതകരമായിരിക്കുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ സെക്യൂരിറ്റി പേഴ്സണലിൽ അവിടെ ഡിപ്ലോയ് ചെയ്തിരുന്ന ആളുകൾ അവർ ഒന്നുകിൽ അലേർട്ട് ആയിരുന്നില്ല, അല്ലെങ്കിൽ അത് ചെയ്യാൻ അവർ അശക്തരായിരുന്നു. ഇത് രണ്ടായാലും വളരെ സീരിയസ് ആയ ഇംപ്ലിക്കേഷൻസ് ഉള്ള ഒരു കാര്യമാണ്. അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതാണ്. അത് ആരെങ്കിലും ആൻസർ പറഞ്ഞേ പറ്റൂ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചെന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം സഭയ്ക്ക് വെളിയിലാണ്. അതായത് ഈ വിസിറ്റേഴ്സ് വരുമ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച നമ്മുടെ ലക്ഷദ്വീപിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട MP പറഞ്ഞതുപോലെ എത്രയോ സ്റ്റേജുകളിൽ അവരെ ഫിസിക്കലി ഫ്രിസ്ക് ചെയ്തും മെറ്റൽ ഡിറ്റക്ടറിലൂടെ കടത്തിയും ഒക്കെയാണ് ഇവർ ലാസ്റ്റിൽ അവിടെ വരുന്നത്. അവർക്ക് അവരുടെ ശരീരത്ത് ഒരു സാധനങ്ങളും കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഷൂസിനടിയിൽ എന്തോ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ, ഒരു കനിസ്റ്റർ വെച്ച് അത് കൊണ്ടുവന്നു എന്ന് പറയുന്നത് അത് അത്ഭുതകരമായിരിക്കുന്നു. ഞാൻ അങ്ങനെ ഇതുവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ
അവിടെ ഇരിക്കുന്ന മെഷീൻ അത് ഡിഫക്റ്റീവാണ്. എത്ര ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആണെന്ന് പറഞ്ഞാലും ആ മെഷീനിൽ അത് ഡിറ്റക്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ മെഷീൻ്റെ ഒരു തകരാറ് തന്നെയാണ്. അപ്പോൾ ആ മെഷീൻ അതിന് കൊള്ളത്തില്ല എന്നുള്ളത് വ്യക്തമാണ്. അത് ഒരു കാര്യം. പിന്നീട് ഈ മുകളിൽ നിന്ന് ഇവർ ചാടി ഈ സഭയിലേക്ക് ചാടി അവിടെ നിന്ന് കുരങ്ങ് ചാടുന്ന പോലെ അങ്ങോട്ട് ഇങ്ങനെ ചാടി പോയി കാലിൻ്റെ ഷൂസിനകത്ത് ഇത് വെച്ചുകൊണ്ടാണ് പോകുന്നത്. മേളിൽ നിന്ന് താഴെ ചാടുമ്പോൾ തന്നെ സാധാരണഗതിയിൽ ഒരു ഡിസേബിൾഡ് ആവും, കാരണം അങ്ങനെ പെട്ടെന്ന് ഓടാൻ പറ്റും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഒരു 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 എക്സ്പേർട്ട് എന്നുള്ള രീതിയിലാണ് അവരത് ആ ഒരു കാര്യം പെർഫോം ചെയ്യുന്നത്. പിന്നെ ഈ സിസ്റ്റത്തിൽ ഇങ്ങനെയുള്ള ഈ സംഗതികൾ ഡിറ്റക്ട് ചെയ്യാൻ വയ്യ എന്നുള്ളത് ഒരുപക്ഷെ അറിഞ്ഞു കാണുമല്ലോ, അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? അതറിഞ്ഞു കാണുമോ അവരെങ്ങനെ അറിഞ്ഞു? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടതുണ്ട്. പാർലമെന്റ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് അങ്ങേയറ്റം ഒരു പെർഫെക്റ്റ് ലെവലിലേക്ക് എപ്പോഴും ഉയർത്തിക്കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ പാർലമെന്റ് പ്രവർത്തിപ്പിക്കുന്ന അതിൻ്റെ ഒരു ലെവൽ ഓഫ് എഫിഷ്യൻസി എന്ന് പറയുന്ന ഹയസ്റ്റ് ലെവലാണത്. ആ ഒരു ഹയസ്റ്റ് ലെവലിൽ ഉണ്ടെങ്കിൽ മാത്രമേ, എഫിഷ്യൻസി കൊണ്ടുപോയെങ്കിൽ മാത്രമേ ഈ പാർലമെന്റ് ശരിയായിട്ട് പ്രവർത്തിപ്പിക്കാൻ പറ്റുള്ളൂ. അത് സെക്യൂരിറ്റി ആയാലും മറ്റു സർവീസുകളായാലും എല്ലാം ആ ഹയസ്റ്റ് ലെവൽ ഓഫ് എഫിഷ്യൻസിയിലാണ് അത് പ്രവർത്തിപ്പിക്കേണ്ടത്. പക്ഷെ ആ ഒരു ഹയസ്റ്റ് ലെവൽ ഓഫ് എഫിഷ്യൻസിയിൽ പ്രവർത്തിപ്പിക്കാൻ ഇപ്പോൾ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഈ സെക്യൂരിറ്റിയുടെ ഈ ഒരു വീഴ്ച എന്ന് പറയുന്നത് അത് ഇറ്റ് ഇസ് ഇൻഎക്സ്ക്യൂസബിൾ ആക്ച്വലി. അതാണ് എനിക്കതിനെക്കുറിച്ച് പറയാൻ. യെസ് ഞാനൊന്ന് പറയാം. ശ്രീ മോഹൻ വർഗീസ്, നോക്കൂ, ഇത് രാജ്യത്തിൻ്റെ പാർലമെൻറ്റ് ആക്രമിക്കപ്പെട്ടതിൻ്റെ വാർഷിക ദിനത്തിലാണ് ഇങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് എല്ലാ പരിധികളും മറികടന്നുകൊണ്ട് പാർലമെൻറ്റിനകത്ത് ഉണ്ടാവുന്നത്. നമുക്ക് വേറെ ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെ കാലത്തായിരുന്നുവെങ്കിൽ BJP ഇതിനെ പരമാവധി രാഷ്ട്രീയമായി പ്രയോജനപ്പെടുന്നത് നമുക്ക് കാണാമായിരുന്നു. ഈ നാട്ടിലാകെ അതൊരു പ്രധാനപ്പെട്ട വിഷയമാക്കി ഉയർത്താൻ അവർക്ക് കഴിയുമായിരുന്നു. പോട്ടെ, ഇനിയിപ്പോൾ ഈ കടന്നു വന്ന പ്രൊട്ടസ്റ്റേഴ്സിന് പാസ് കൊടുത്ത ഒരു കോൺഗ്രസ് MPയോ മറ്റോ ആയിരുന്നെങ്കിൽ കൂടി അതിനെ എങ്ങനെ വികസിപ്പിക്കണം എന്ന് അവർക്ക് നല്ല ധാരണയുണ്ട്. പക്ഷെ നമുക്കിവിടെ ഒന്നും സംഭവിക്കുന്നില്ല. പൊതുവേ നമ്മുടെ നാട് തന്നെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ വളരെ കൂളായി ഈ വിഷയത്തെ മറികടന്ന് പോകുന്നതാണ് കാണുന്നത്. അതിൻ്റെ അത്രയും പ്രഷറേ സ്വാഭാവികമായിട്ടും സർക്കാരിനേ ഉള്ളൂ. സർക്കാരിന് പ്രതികരിക്കേണ്ട, മറുപടി പറയേണ്ട, വിശദീകരിക്കേണ്ട ഒരു പ്രഷറും സമൂഹത്തിൽ തന്നെ ഉണ്ടാവുന്നില്ലല്ലോ. അപ്പോൾ ആ ഒരു 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 മാറ്റത്തെ, അതായത് സർക്കാരിന് അനുകൂലമാണ് സിറ്റുവേഷൻ മുഴുവൻ, സൊസൈറ്റി തന്നെ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നില്ല. എന്താണ് സംഭവിക്കുന്നത്? ഈ പറയുന്ന ഇൻറ്റേർണൽ സെക്യൂരിറ്റിക്ക് എന്തെങ്കിലും ബ്രീച്ച് ഉണ്ടായോ, നിങ്ങൾ വിശദീകരിക്കൂ എന്ന് നമ്മൾ തന്നെ പറയുന്നില്ല എന്നൊരു പ്രത്യേകത ഇതിനകത്തില്ലേ ശ്രീ മോഹൻ വർഗീസ്? തീർച്ചയായും ശ്രീ നിഷാദ്, അക്കൗണ്ടബിലിറ്റി, ഉത്തരവാദിത്വം എന്നത് ഒരു ഭരണകൂടത്തിന് അത്യന്താപേക്ഷിതമായി വേണ്ടൊരു കാര്യമാണ്. അതിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യമാണ് തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി. അത് സെക്യൂരിറ്റി നോക്കുക, നാഷണൽ സെക്യൂരിറ്റി എന്നത് വളരെ ഫണ്ടമെൻ്റൽ ഉത്തരവാദിത്വമാണ്. അതുമാത്രമല്ല, നാഷണൽ സെക്യൂരിറ്റിയെ ഏറെ കൊട്ടിഘോഷിക്കുന്ന ഒരു ഭരണകൂടമാണ് ഇപ്പോൾ ഉള്ളത്, അല്ലെങ്കിൽ ഒരു ഭരണകക്ഷിയാണ് ഇപ്പോഴുള്ളത്. ദേശീയ സുരക്ഷ ഞങ്ങളുടെ കയ്യിൽ ഭദ്രമാണ്, അതിന് ഒരു ഭ്രംശവും സംഭവിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് അഭിമാനപൂർവ്വം പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ നമ്മൾ കാണുകയുണ്ടായി. അതുമാത്രമല്ല, പാർലമെൻറ്റ് ആക്രമണത്തിന് 2001 നടന്ന പാർലമെൻറ്റ് ആക്രമണത്തിൻ്റെ 22ാം വാർഷിക ദിനമായിരുന്നല്ലോ ഒക്ടോബർ 13 ഇന്നലെ. അപ്പോൾ ആ ദിവസം പ്രധാനമന്ത്രി ആ ചടങ്ങുകളെല്ലാം, ആ ധീര ജവാന്മാരുടെ വീരമൃത്യു, 5 പേർ ആക്രമണം നടത്തി, 5 ഭീകരരാക്രമണം നടത്തി, നമ്മുടെ 9 പേര് മരിച്ചു. അതിൽ തന്നെ 6 പേര് സുരക്ഷാ ചുമതല ഉണ്ടായിരുന്ന സൈനികരോ ഉദ്യോഗസ്ഥരുമാണ്. അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ശ്രീ നരേന്ദ്രമോദി നടത്തിയ ആ ഒരു സംഭാഷണത്തിന് ശേഷം അദ്ദേഹം ഒരു ട്വീറ്റ് നടത്തി. ആ ട്വീറ്റ് അതിൽ പറയുന്ന കാര്യം ഇതാണ്: പാർലമെൻറ്റിന് നേരെ നടന്നത് ഒരു സ്ട്രക്ചറിന് നേരെ നടന്ന ആക്രമണമല്ല, മറിച്ച് ഒരു ബിൽഡിങ്ങിന് നേരെയല്ല, മറിച്ച് ഒരു സംവിധാനത്തിന് നേരെ നടന്ന ആക്രമണമാണ്. ഒരു രീതിയിലും അതിനി ആവർത്തിക്കില്ല, വെച്ചു പൊറുപ്പിക്കില്ല എന്ന രീതിയിൽ ആത്മവിശ്വാസം തുളുമ്പുന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾ, ആ വാക്കുകൾ അറം പറ്റിയതുപോലെയായി. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ, ഉച്ചയായപ്പോൾ തന്നെ പാർലമെൻറ്റിന് ആദ്യമായി, ചരിത്രത്തിൽ ആദ്യമായി, ഭഗത് സിംഗിൻ്റെ സമയത്ത് സംഭവിച്ചു, അത് ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപാണ്, സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി പാർലമെൻറ്റിനുള്ളിൽ ഒരു വളരെ വലിയ സുരക്ഷാ ബ്രീച്ച് ഉണ്ടാവുകയാണ് ഗാലറിയിൽ നിന്നുകൊണ്ട്.
ഉണ്ടായിട്ടുണ്ട്, പെപ്പർ സ്പ്രേ ഉണ്ടായിട്ടുണ്ട്, അത് പാർലമെൻറ്റ് അംഗത്തിൻ്റെ ഭാഗത്തു നിന്നാണ്. പക്ഷേ ഇത്രയും വലിയ രീതിയിലുള്ള, കാരണം ആ കളർ സ്മോക്ക് കാനിസ്റ്റർ ഉപയോഗിച്ചുള്ള ആക്രമണമെന്ന് ഞാൻ പറയുന്നില്ല, ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക, ഭീതിതമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക, ഒരു പാനിക് സിറ്റുവേഷൻ സൃഷ്ടിക്കുക. ആ പാനിക് സിറ്റുവേഷൻ ഏത് രൂപത്തിലും തിരിയാം. അത് വലിയ തോതിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പാർലമെൻറ്റ് അംഗങ്ങൾ കൂട്ടപ്പൊരിച്ചിൽ നടക്കാം, പരിക്കുകൾ പറ്റാം. അതുമാത്രമല്ല, ഇതിനകത്ത് ഉപയോഗിച്ചിരുന്നത് വിഷവാതകമായിരുന്നു എങ്കിൽ അത് ആർക്കെങ്കിലും ശ്വാസം മുട്ടലോ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടാക്കാമായിരുന്നു. എന്തും സംഭവിക്കാം. അപ്പോൾ ഈ സുരക്ഷ എന്ന് പറയുന്നതിൽ കെട്ടിപ്പൊക്കിയ അഭിമാനപൂർവ്വം സുരക്ഷ, ദേശീയ സുരക്ഷ, അത് വിദേശത്തു നിന്ന് വരുന്ന ആക്രമണങ്ങളായിക്കൊള്ളട്ടെ, ആഭ്യന്തരമായ സുരക്ഷ ആയിക്കൊള്ളട്ടെ, ഞങ്ങളുടെ കരങ്ങളിൽ ഭദ്രം എന്ന് പറയുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെയും ഗവൺമെൻറ്റിൻ്റെയും പ്രധാനമന്ത്രിയുടെയും ഒക്കെ അഭിമാനത്തിനേറ്റ വലിയ ക്ഷതം തന്നെയാണ് ഇന്നലെ നടന്ന ഈ കിരാതമായ ഒരു ആക്രമണം. അപ്പം അത് മാത്രമല്ല, അതിനോട് നടത്തിയ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അതിനോട് നടത്തിയ പ്രതികരണം, പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് നടത്തിയ ചില നീക്കങ്ങൾ, ചില ആവശ്യങ്ങൾ പ്രതിപക്ഷം ഡിമാൻഡ് ചെയ്തു. തീർച്ചയായും ഒരു പ്രതിപക്ഷത്തിൻ്റെ കടമ എന്താണ്? ദേശീയ സുരക്ഷയ്ക്ക് എന്തെങ്കിലും ഭ്രംശം വന്നാൽ അത് ചൂണ്ടിക്കാണിക്കുകയും അതിനുള്ള പരിഹാരങ്ങൾ ചോദിച്ചു വാങ്ങുകയും ചെയ്യുക എന്നത് പ്രതിപക്ഷത്തിൻ്റെ ജോലിയാണ്. ഭരണപക്ഷത്തെ കറക്റ്റ് ചെയ്യാനുള്ള ക്രിയേറ്റീവ് ആൻഡ് കൺസ്ട്രക്റ്റീവ് ഓപ്പോസിഷൻ ഉണ്ടാവണം. ആ ജോലി തന്നെയാണ് പ്രതിപക്ഷം ചെയ്തത്. നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെൻറ്റിൽ വന്ന്, ലോക്സഭയിൽ വന്ന് ഇതിന് മറുപടി പറയണം. സുരക്ഷാ നടപടികൾ എന്തെല്ലാമാണ് എന്ന് പറയണം. അങ്ങനെ രാജ്യത്തിന്, പാർലമെൻറ്റിന് മാത്രമല്ല, ആഭ്യന്തരമന്ത്രി കടന്നു വരുമ്പോൾ പാർലമെൻറ്റ് അംഗങ്ങൾക്ക് മാത്രമല്ല, മറിച്ച് രാജ്യത്തിന് നൽകുന്ന ഒരു അഷ്വറൻസാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട, നമ്മുടെ സെക്യൂരിറ്റി സംവിധാനത്തിന് ചെറിയ പാളിച്ച പറ്റി, അംഗീകരിക്കുന്നു. എന്നാൽ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. ഒരുമിച്ച് നിന്ന് നമുക്ക് ചെയ്യാം. നമുക്ക് സുരക്ഷ ഈ രീതിയിലെല്ലാം ചെയ്യാം. ബാധ്യത സർക്കാരിനുണ്ടെന്നാണ് ഫൈസൽ എം പി. ഇതിനകത്തൊരു സംഗതി ഉള്ളത്, രണ്ട് കാര്യങ്ങളാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. ഒന്ന് ഈ സെക്യൂരിറ്റി ബ്രീച്ചാണ്. രണ്ടാമത്തേത് ഈ യുവാക്കൾ പാർലമെന്റ് ആക്രമിക്കണമെന്നോ എം പിമാരെ അപായപ്പെടുത്തണമെന്നോ എന്ന് വിചാരിച്ചു വരുന്ന ആൾക്കാരല്ല. അവർക്ക് ചില കാര്യങ്ങൾ ഉന്നയിക്കാനുണ്ട്. പ്രൊട്ടസ്റ്റാണ്, പ്രതിഷേധമാണ്. അത് രാജ്യത്ത് പലയിടത്തായി വരുന്ന പ്രൊട്ടസ്റ്റുകളുടെ ഒരു രൂപവും കൂടിയാണ്. എന്ന് വെച്ചാൽ ഒരു വിഷയം, പലയിടത്തായി വരുന്ന പ്രൊട്ടസ്റ്റിലെ വിഷയങ്ങൾ കൂടിയാണ് അവരെ ഏറ്റെടുക്കുന്ന ഒന്ന്. നിങ്ങളൊരു പ്രതിപക്ഷം എന്ന നിലയ്ക്ക് ഈ പ്രശ്നം പാർലമെന്റിൽ ഉന്നയിക്കുമ്പോൾ എന്തുകൊണ്ട് സെക്യൂരിറ്റി ബ്രീച്ച് ഉണ്ടായി എന്നതിൽ മാത്രം കേന്ദ്രീകരിക്കുകയാണോ? അതോ ഇങ്ങനെ കടന്ന മാർഗങ്ങളിലൂടെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ യുവാക്കളെ നിർബന്ധിതമാക്കും വിധം നമ്മുടെ രാജ്യത്തെ സാഹചര്യം മാറിയിട്ടുണ്ട്? വിലക്കയറ്റം പ്രശ്നമാണ്, തൊഴിലില്ലായ്മ പ്രശ്നമാണ്, സമഗ്രാധിപത്യ സ്വഭാവം പ്രശ്നമാണ്. എന്തുകൊണ്ട് ജനങ്ങൾ ഇങ്ങനെ വളഞ്ഞ വഴിയിലൂടെ അല്ലെങ്കിൽ കടന്ന വഴിയിലൂടെയുള്ള പ്രൊട്ടസ്റ്റുകളെ സ്വീകരിക്കുന്നു, എടുക്കുന്നു എന്നത് നിങ്ങൾക്കൊരു വിഷയമല്ലേ? തീർച്ചയായിട്ടും. ഞാൻ ഒരു കാര്യം കൂടി, നമ്മുടെ മുൻ സെക്രട്ടറി ജനറൽ ശ്രീ ആചാര്യജി പറഞ്ഞ ഒരു കാര്യം അതിലൊരു ആഡ് ചെയ്യാൻ വിട്ടുപോയി ഒരു കാര്യം കൂടിയുണ്ട്. അതായത് പഴയ പാർലമെൻറ്റിൽ വിസിറ്റേഴ്സ് ഗാലറിയിൽ വിസിറ്റേഴ്സ് വന്നിരിക്കുമ്പോൾ ഓരോ സെക്യൂരിറ്റി സ്റ്റാഫും പേഴ്സണൽസും ആ ഹാളിൽ ഓരോ ബെഞ്ചിൻ്റെ പെർപെൻഡിക്കുലറായിട്ട് സൈഡിൽ അവർ നിന്നുകൊണ്ട് വീക്ഷിക്കാനുള്ള സൗകര്യമുണ്ട്. അവർ നിന്ന് ഓരോ വിസിറ്റേഴ്സും അനങ്ങുന്നുണ്ടോ, അവർ എന്തെങ്കിലും കാല് നീട്ടുന്നുണ്ടോ, കൈ പൊക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എണീക്കാൻ ശ്രമിക്കുന്നുണ്ടോ, എല്ലാം റീച്ചബിളായിട്ട് അവർക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്ന രീതിയിലേക്ക് അതിൻ്റെ അകത്ത് തന്നെ അവർക്ക് നിൽക്കാനുള്ള സൗകര്യമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ശ്രീ ആചാര്യജി പറഞ്ഞതുപോലെ എന്തെങ്കിലും പാർലമെൻറ്റിൻ്റെ അകത്തേക്ക് അറ്റാക്ക് വരികയാണെങ്കിൽ അത് വിസിറ്റേഴ്സ് ഗാലറിയിലൂടെ മാത്രമേ നടക്കൂ എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് പോലും 4000-ഓളം വിസിറ്റേഴ്സിനെ ഓരോ പാർലമെൻറ്റ് സഭയിലേക്കും കൊണ്ടുവന്ന് കയറ്റിക്കൊണ്ടിരുത്തുമ്പോഴും ഈ പറയപ്പെട്ട വിസിറ്റേഴ്സിനെ ഇരുത്തിയതിന് ശേഷം ഒരു പേഴ്സണൽ സെക്യൂരിറ്റി സ്റ്റാഫും അവിടെ നിൽക്കാൻ പാടില്ല. അവർ പുറത്തേക്ക് പോകണമെങ്കിൽ അല്ലെങ്കിൽ ഏറ്റവും ബാക്കിലേക്ക് പോയി നിൽക്കണം. ഇന്നിവിടെ സംഭവിച്ചത് എന്താണ്? ഏറ്റവും ഫ്രണ്ട് സീറ്റിലിരിക്കുന്ന ഒരാൾ ആദ്യം അയാൾ ഒന്ന് എണീറ്റ് താഴെ ജസ്റ്റ് അവർ നോക്കിയതിന് ശേഷം അയാൾ എടുത്ത് ചാടിയെത്തി. ഈ സാഹചര്യത്തിൽ എണീറ്റ് നിൽക്കുമ്പോഴോ ഈ പറയപ്പെട്ട ആൾ നോക്കാൻ ശ്രമിക്കുമ്പോഴോ ഒന്നും തന്നെ സെക്യൂരിറ്റി സ്റ്റാഫിന് ഏറ്റവും ഫ്രണ്ടിലേക്ക് ഓടി വന്നെത്താനുള്ള സാഹചര്യമോ അല്ലെങ്കിൽ അവിടെ നിന്ന് വരാനുള്ള സാഹചര്യമോ ഇന്നില്ല. ഇത് ശരിക്കുള്ള സെക്യൂരിറ്റി ബ്രീച്ചല്ലേ? അയാൾ ചാടിയതിന് ശേഷം രണ്ടാമത്തെ ആൾ എണീക്കുകയാണ്. അയാൾ എണീറ്റ് ഇന്ന് അയാൾ ചാടിയിട്ടില്ല, അയാൾ ഈ ബാരിക്കേഡ് പിടിച്ചുകൊണ്ട് താഴോട്ട് ഇറങ്ങുകയായിരുന്നു. ഈ രണ്ട് സാഹചര്യം എങ്ങനെ ഉണ്ടായി?
സത്യത്തിൽ പഴയ പാർലമെൻറ്റിൻ്റെ അകത്തേക്ക് ഓരോ ബെഞ്ചിൻ്റെ പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ 2, 3, 4 സെക്യൂരിറ്റി സ്റ്റാഫുകൾ ഓരോ വിസിറ്റേഴ്സിനെയും വീക്ഷിച്ചുകൊണ്ട് നിൽക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയിരുന്നു. എന്നാൽ ഇന്നത്തെ പാർലമെൻറ്റിൽ, ഇന്നത്തെ വിസിറ്റേഴ്സ് ഗാലറിയിലേക്ക് അതില്ല. ഈ സാഹചര്യം കൊണ്ടാണ് അവർക്ക് ചാടാനും ഉണ്ടായത് വിഷയം വന്നിരിക്കുന്നത്. രണ്ടാമത്തത്, ഇന്ന് ഞങ്ങൾ പാർലമെൻറ്റിൽ ആവശ്യപ്പെടുന്നത് എന്താണ്? പാർലമെൻറ്റിൽ ആദ്യമായിട്ട് വരേണ്ടത്, നമ്മളെ ഈ നിരീക്ഷകൻ പറഞ്ഞതുപോലെ, ഇന്ന് രാജ്യം ഒട്ടാകെ നോക്കിക്കാണുന്നത് എന്താണ് ഗവൺമെൻറ്റിന് ഈ വിഷയത്തിൽ, ആഭ്യന്തരമന്ത്രിക്ക്, അതിൻ്റെ ചുമതലയുള്ള ആഭ്യന്തരമന്ത്രിക്ക് എന്താണ് ഇതിനോട് പറയാനുള്ളതെന്നുള്ളതാണ്. ആദ്യം പാർലമെൻറ്റിലേക്ക് എന്താണ് സംഭവിച്ചത്, എന്ത് വീഴ്ചയാണ് ഇവിടെ വന്നിരിക്കുന്നത്, ഈ പാർലമെൻറ്റ് സുരക്ഷിതമാണോ അല്ലയോ, എന്ത് കാര്യം കൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് സഭയിൽ പറയുന്ന അതേ അവസരത്തിൽ മൊത്തം ഇന്ത്യയുടെ ജനങ്ങൾക്ക് മുഴുവനും ഇവിടെ സംഭവിച്ച സംഭവത്തെക്കുറിച്ച് ഒരു വിവരണം നൽകുക എന്നുള്ളത് ഏതൊരു ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ്. ഇന്ന് ഗവൺമെൻറ്, രണ്ടാമത്തെ വിഷയം പറഞ്ഞത്, പ്രതിപക്ഷം ആവശ്യപ്പെടുന്ന വിഷയങ്ങൾ, ഇന്നെന്താണ് പാർലമെൻറ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഗവൺമെൻറ്റിനെതിരെ വരുന്ന എന്തെങ്കിലും ഒരു വിഷയം അവതരിപ്പിക്കാൻ തുനിയുമ്പോഴേക്കും ക്യാമറ പോലും, ദൂരദർശൻ, അതായത് പാർലമെൻറ്റ് ലോക്സഭ ടിവിയുടെ ക്യാമറ പോലും സംസാരിക്കുന്ന ഒപ്പോസിഷൻ എംപിയുടെ മുഖത്തിൽ നിന്നും മാറ്റിക്കൊണ്ട് അവരുടെ പൂർണ്ണമായിട്ട് പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് പറഞ്ഞ് തീർക്കാൻ പോലും അവസരം കൊടുക്കാത്ത രീതിയിലേക്ക് പ്രതിപക്ഷത്തിൻ്റെ ശബ്ദങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് ഒരിക്കലും പുറത്ത് വരരുതെന്നുള്ള രീതിയിലേക്കുള്ള ഒരു പ്രതിപക്ഷത്തെ മാനിക്കാത്ത, പ്രതിപക്ഷത്തെ ശക്തമായൊരു പ്രതിപക്ഷമുണ്ടെങ്കിൽ മാത്രമേ ഗവൺമെൻറ്റിനെ ഡയറക്റ്റീവായിട്ട് അല്ലെങ്കിൽ അവരെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള ജനാധിപത്യ വിശ്വാസത്തെ ഉൾക്കൊള്ളാത്ത രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനമാണ് ഈ ഗവൺമെൻറ്റിൽ നിന്നും ഇന്ന് വരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അല്ല, അതിനകത്ത് ഞാൻ ചോദിച്ചൊരു കാര്യമുണ്ട്. ആ പ്രൊട്ടസ്റ്റിന്റെ കാരണമായിട്ടുള്ള മുദ്രാവാക്യത്തെ നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ, എന്തുകൊണ്ട് യുവാക്കൾ ഇങ്ങനെ പ്രൊട്ടസ്റ്റിന് നിർബന്ധിതരാകുന്നു എന്ന വിഷയം ഉയർത്താൻ നിങ്ങൾ തയ്യാറാവുന്നില്ലേ? നിങ്ങളും സംസാരിക്കുന്നത് രാജ്യസുരക്ഷ എന്ന് പറയുന്ന ഒരു ദേശീയ പോയിന്റ് മാത്രമാണോ? ഇല്ല, തീർച്ചയായിട്ടും ഈ വിഷയങ്ങൾ ഈ പറയപ്പെട്ട സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങളും ഇത് ഞങ്ങളുടെ വിഷയവും ഇന്ന് ഇന്ത്യ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഇതിനു മുമ്പ് നടന്ന ചർച്ചയിലും ഡിമാൻഡ്സ് ഫോർ ഗ്രാൻറ്റിൻ്റെ അകത്ത് എൻ്റെ പ്രിയപ്പെട്ട നേതാവ് സുപ്രിയ സുലെ ഗവൺമെൻറ്റിൻ്റെ പോളിസികളും ഇന്ന് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളും, വിലക്കയറ്റത്തിൻ്റെ വിഷയങ്ങൾ, ജനങ്ങൾക്ക് തൊഴിലില്ലാത്തവരുടെ പ്രശ്നങ്ങൾ, ഇന്ന് എവിടെ എടുത്തു നോക്കിയാലും എത്രയോ വാക്കൻസികൾ കിടക്കുകയാണ്. ഇന്ന് ഇത്ര വർഷം ഇതായിട്ട് ഷെഡ്യൂൾ ട്രൈബ്, ഷെഡ്യൂൾ കാസ്റ്റ് തസ്തികകളിലുള്ള ഏതെങ്കിലും പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ടോ? ഇല്ല. ഒരു പോസ്റ്റ് പോലും വിളിക്കാൻ തയ്യാറാകുന്നില്ല അവർ. ഇതൊക്കെ ഉള്ള പോസ്റ്റുകളൊക്കെ തന്നെ അബോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ലക്ഷദ്വീപിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതി ഫൈനൽ ഇന്ന് കോടതിയിലേക്ക് പോകേണ്ട സാഹചര്യം വരുന്നുണ്ട്. അവർക്ക് അവരുടെ അപ്പോയിൻമെൻറ്റുകൾ നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കോടതിയെ സമീപിക്കേണ്ട സാഹചര്യത്തിലേക്ക്, വേക്കൻ്റായിട്ട് കിടക്കുന്ന പോസ്റ്റുകൾ ഇവിടെ ആവശ്യമില്ല, അബോളിഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സാഹചര്യം. ഇന്ന് തൊഴിലവസരങ്ങൾ ഒരുപാട് ഉണ്ടാകേണ്ട സാഹചര്യം, എത്രയോ ഒരു വർഷം 2 കോടി തൊഴിലവസരം ഉണ്ടാക്കുമെന്ന് വരുന്ന ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇന്നത്തെ തൊഴിലവസരങ്ങൾ എവിടെയാണ്? എന്തുകൊണ്ടാണ് ഈ ജനങ്ങൾ, സാധാരണ ഇവർക്ക് ഇന്നിവിടെ പിടിക്കപ്പെട്ട ഈ പറയപ്പെട്ട ഈ ചെറുപ്പക്കാരും തന്നെ ഏതെങ്കിലും ഒരു തീവ്രവാദി സംഘടനയുടെ ഭാഗമായിട്ട് അല്ല എന്നവർ പറയുമ്പോൾ എന്താണ് അവർക്കുള്ള വിഷയം? ആ വിഷയം എന്താണെന്ന് ജനങ്ങളോട് നടത്തുന്ന ഒരു സന്ദേശമല്ലേ അത്? ആ സന്ദേശം ഗവൺമെൻറ് ഉൾക്കൊള്ളാനും പ്രതിപക്ഷ എംപിമാർ അത് അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും അത് അവതരിപ്പിക്കാനുള്ള അവസരം പോലും നിഷേധിക്കുക എന്നുള്ളതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ പോളിസി എന്ന് മനസ്സിലാക്കുക. ശരി, അല്ല, ശ്രീ പി. ടി. ആചാരി, നോക്കൂ, ഇതിപ്പോൾ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിലേക്കും മറ്റും ആളുകൾ അപ്രതീക്ഷിതമായി ഓടിയിറങ്ങുകയും പ്ലക്കാർഡ് ഉയർത്തുകയും താരങ്ങളെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതേ ലാഘവത്തോടെ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മകേന്ദ്രമായ ഒരു സ്ഥലത്തേക്ക് ആർക്കും കയറി വരാം, പടക്കം പൊട്ടിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്യാസ് ചീറ്റിക്കാം എന്നൊക്കെ പറയുന്നത് ഈ പുതിയ കാലത്ത് നമുക്ക് നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ? തീർച്ചയായിട്ടും നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണ്. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട എം പി പറഞ്ഞ ഒരു കാര്യത്തിനെ കുറിച്ചൊന്ന് പരാമർശിക്കുകയാണ്. അതായത് ഈ സെക്യൂരിറ്റി എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിലുള്ള സെക്യൂരിറ്റി എന്ന് പറഞ്ഞത് പോലീസാണ് ചെയ്യുന്നത്. ഇപ്പൊ തന്നെ ഈ ആളുകൾ വിസിറ്റേഴ്സ് വരുമ്പോൾ അവരെ ഫ്രിസ്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്ന പോലീസാണ്. അത് ഡൽഹി പോലീസിന്റെ ആളുകളാണ്. അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞത്, ഈ വിസിറ്റേഴ്സ് ഇരിക്കുന്ന ബെഞ്ചിന്റെ 2 അറ്റത്തും ഈ പോലീസുകാരാണ് ഇരിക്കുന്നത്. അല്ലാതെ നമ്മുടെ പാർലമെന്റ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഈ വാച്ച് ആൻഡ് വാർഡുകാരെയാണ് നമ്മൾ പാർലമെന്റ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്.
അവർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരിയുള്ള സെക്യൂരിറ്റി ട്രെയിനിങ്ങോ ഒന്നും തന്നെ അവർക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ അതല്ല, അവരെ കൊണ്ട് ഉദ്ദേശിക്കുന്നതും ആ രീതിയിലുള്ള ഒരു സെക്യൂരിറ്റി ഓപ്പറേഷൻ അല്ല. പക്ഷെ അവര് മറ്റ് കാര്യങ്ങളൊക്കെ എം പിമാരെ ഇങ്ങനെ അവർ കാര്യങ്ങൾ സഹായിക്കുക, പിന്നെ പാസ്സില്ലാത്ത വരുന്ന ആളുകളെ സ്റ്റോപ്പ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവരുടെ. പിന്നെ ഇവരുടെ കൂടെ പോലീസ്, സെക്യൂരിറ്റി, യഥാർത്ഥത്തിലുള്ള പോലീസ് അവരുടെ കൂടെ നിന്ന് ആളുകളെ ഐഡന്റിഫൈ ചെയ്ത് ഇങ്ങനെ പോകുന്ന ഒരു രീതിയാണ്. അല്ലാതെ അവർക്ക് ആംസ് ട്രെയിനിങ്ങോ കോമ്പാറ്റ് ട്രെയിനിങ്ങോ ഒന്നും തന്നെ ഇല്ലാത്ത ആളുകളാണ് ഈ പാർലമെന്റ് സെക്യൂരിറ്റി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പാർലമെന്റിലെ വാച്ച് ആൻഡ് വാർഡ് തന്നെയാണ്. യഥാർത്ഥത്തിലുള്ള സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽ ട്രെയിൻഡ് പോലീസുകാരാണ്. ഞാൻ ഈ പറഞ്ഞത്, ഈ ബെഞ്ചിന്റെ രണ്ട് സൈഡിലും അറ്റത്തും ഇരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരു പോലീസുകാരാണ്, ഡൽഹി പോലീസിന്റെ ആളുകളാണ്. കാരണം പാർലമെന്റിന്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഡൽഹി പോലീസും അത് പെരിഫറൽ സെക്യൂരിറ്റിയാണ് അവർ ഇപ്പോഴുള്ളത്. ബാക്കി CRP ഇടയിലാണ്. CRP ആണ് വാസ്തവത്തിൽ പാർലമെന്റിന്റെ സെക്യൂരിറ്റി മുഴുവൻ അവരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അവരാണ് സെക്യൂരിറ്റി മുഴുവൻ ഡ്യൂട്ടി. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം തന്നെ പോലീസുകാരുടെ ഒരു 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 ഡ്യൂട്ടിയിൽപ്പെട്ട സംഗതികളാണ്. അപ്പൊ അവിടെ ഈ ഷോർട്ടേജ് എന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് ആ രീതിയിൽ തോന്നുന്നില്ല. പിന്നെ പാർലമെന്റ് സെക്യൂരിറ്റിയിൽ അവിടെ റിക്രൂട്ട് ചെയ്യുന്നു എന്നായിരുന്നു ഞാൻ ധരിച്ചിരുന്നു. പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാ, ഇപ്പൊ ലേറ്റസ്റ്റ് കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു ഷോർട്ടേജിന്റെ പ്രശ്നമൊന്നും നേരത്തെ അങ്ങനെ നമുക്ക് ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ തന്നെ റിക്രൂട്ട്മെന്റും കാര്യങ്ങളും ഒക്കെ റെഗുലറായിട്ട് ആയിരുന്നു നേരത്തെ. ഇപ്പോഴത്തെ കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ ഈ പറഞ്ഞത് സെക്യൂരിറ്റി, ഇപ്പൊ ഈ വന്ന ഈ ആളുകൾ, ഈ രണ്ട് ആളുകൾ, അവര് എന്ത് കാരണത്താലായാലും നമ്മളിപ്പോ അവര് ഉയർത്തിയിരിക്കുന്ന സ്ലോഗൻസ്, മുദ്രാവാക്യങ്ങള്, അല്ലെങ്കിൽ അവരുടെ ഡിമാൻഡ്സ്, അതൊക്കെ വളരെ ജെന്യുവൻ ആയിരിക്കും. അതിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് നമ്മുടെ ഈ ഇന്ത്യയിലെ ഇന്നത്തെ സാഹചര്യത്തിലുണ്ട് എന്നുള്ളതിൽ ഒരുപക്ഷെ സംശയമൊന്നുമില്ല, അങ്ങനെ അവർ ഒരു ജെന്യുവൻ ആളുകളാണെങ്കിൽ. പക്ഷേ നമ്മളിപ്പോൾ പാർലമെന്റിന്റെ ഒരു സെക്യൂരിറ്റിയെ കുറിച്ച് നോക്കുമ്പോൾ ആ കാര്യങ്ങള് അത്ര ഒരു റെലവന്റ് അല്ല. കാരണം പാർലമെന്റ് സെക്യൂരിറ്റിയിൽ ഇപ്പം അവര് നല്ല വെൽ ഇന്റൻഷൻഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം. പക്ഷേ ആ വെൽ ഇന്റൻഷൻഡ് അല്ലാത്ത ഇപ്പോൾ ടെററിസ്റ്റുകളായിട്ടുള്ള ആളുകൾക്ക് വേണമെങ്കിൽ കയറി വരാം എന്നുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഭയങ്കരമായ വളരെ വളരെ സീരിയസ് ആയ സെക്യൂരിറ്റി പ്രശ്നമായിരിക്കും അത്. അപ്പൊ ഇതിപ്പം ഞാനിത് നോക്കിക്കാണുന്നത് അത് അത്ര സ്മൂത്തായിട്ട് അവർക്ക് വരാൻ പറ്റി എന്നുള്ളത്, അതിലടങ്ങുന്ന ആ സെക്യൂരിറ്റി ലാബ്സ് എന്ന് പറയുന്നത് അക്ഷന്തവ്യമാണെന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. കാരണം ഞാൻ ഈ സെക്യൂരിറ്റിയുടെ ഓവറോൾ ചുമതലയും പാർലമെന്റിന്റെ മാനേജ്മെന്റിന്റെ ഓവറോൾ ചുമതലയും ഒക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. എനിക്ക് അതിനെക്കുറിച്ച് അറിയാം, ഞാൻ എങ്ങനെയൊക്കെയാണ് അത് കാര്യങ്ങൾ ചെയ്തിരുന്നെന്നുള്ളത്. ഏറ്റവും കൂടുതൽ പേഴ്സണൽ അറ്റൻഷൻ കൊടുത്തിരുന്ന ഒരു ഏരിയയാണ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. കാരണം നമ്മുടെ പാർലമെന്റ് എന്ന് പറയുന്നത് പ്രൈം ടാർഗറ്റ് ആണ്, പ്രൈം ടാർഗറ്റ്. കാരണം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലെ പ്രധാനമന്ത്രി മുതൽ മറ്റു മന്ത്രിമാര് ഒരു സൈഡിലും പിന്നെ MP-മാർ, ഈ രാജ്യത്തിന്റെ മുഴുവൻ പ്രതിനിധികളാണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ ആർക്കും ഏത് ഇപ്പൊ ടെററിസ്റ്റുകൾക്കാണെങ്കിലും ഏറ്റവും പ്രൈമായിട്ടുള്ള ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞ പാർലമെന്റ് ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ സുരക്ഷ കൊടുക്കേണ്ട ഒരു സ്ഥാപനമാണത്. ആ സ്ഥാപനത്തിലാണ് ഇത് സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ വാസം നിഷാദ് പറഞ്ഞതുപോലെ ഇതൊരു നാണക്കേടിന്റെ പ്രശ്നം ഉണ്ടതിനകത്ത്. നാണക്കേടാണ് വാസ്തവത്തിൽ, അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷെ അതിനപ്പുറത്ത് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന സെക്യൂരിറ്റി ലാപ്സസ് ആണ് നടന്നിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും പോലീസിന്റെ ഭാഗത്ത് വളരെ അതിഗൗരവതരമായ വീഴ്ച വന്നിട്ടുണ്ട്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പുറത്തേക്ക് പോകുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് പുറത്തെവിടെയും സമരം ചെയ്യാൻ പറ്റുന്നില്ല, പുറത്തൊരു പ്രശ്നം ഉയർത്താൻ കഴിയുന്നില്ല, ഞങ്ങൾ അപ്പം തന്നെ അകത്താക്കപ്പെടും, ഞങ്ങളുടെ സമരങ്ങൾ, ഞങ്ങളുടെ ശബ്ദങ്ങൾ അടിച്ചമർത്തപ്പെടുന്നു, അതുകൊണ്ട് ഇന്ത്യയുടെ ആകെ തന്നെ ശ്രദ്ധ കിട്ടാൻ ഞങ്ങൾക്ക് പാർലമെന്റിൽ ഇങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ്, ഇങ്ങനെ ഒരു പ്രതിഷേധം ആലോചിക്കേണ്ടി വന്നു എന്നതാണ്. എന്ന് വെച്ചാൽ ജീവിത പ്രശ്നങ്ങൾ അത്രമേൽ വലുതാണ് എന്ന്, ജീവിത പ്രശ്നങ്ങൾ മേലുള്ള ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റുകൾ സാധ്യമാകുന്നില്ല എന്ന ഗുരുതര പ്രശ്നത്തെ അവരവിടെ അവതരിപ്പിക്കുന്നുണ്ട്. നോക്കൂ, ഇന്നിപ്പോൾ ഈ വിഷയം ഉയർത്തി പാർലമെന്റിൽ പ്രതിഷേധിച്ച ആളുകളെ ഈ സെഷൻ കാലത്തേക്ക് പുറത്താക്കിയിരിക്കുകയാണ്. ഡെമോക്രാറ്റിക് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റുകൾ സാധ്യമല്ല പുറത്ത്, ജീവിത പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മ, വിലക്കയറ്റം പോലുള്ള സീരിയസ് ആയ ഇഷ്യൂസ് ഉണ്ട് എന്നത് ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാണല്ലോ ഇതൊരു അതിക്രിയയാണെന്ന് പറയുമ്പോഴും സെക്യൂരിറ്റി ബ്രീച്ച് ആണെന്ന് പറയുമ്പോഴും. നമ്മുടെ ഫോക്കസ് അതിലേക്ക് പോകാതെ നമ്മൾ ഈ സെക്യൂരിറ്റി ബ്രീച്ചിൽ മാത്രം നിൽക്കുന്നു എന്നൊരു ഇഷ്യൂ ഉണ്ടോ സി മോഹൻ വർഗീസ്? നമ്മുടെ ഇപ്പോഴത്തെ ചർച്ച സെക്യൂരിറ്റി ബ്രീച്ചിലേക്ക് മാത്രം ഫോക്കസ് ചെയ്താൽ
ഇപ്പോൾ നിഷാദ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാവും. എന്നാൽ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്? ഈ സെക്യൂരിറ്റി ബ്രീച്ച് ചർച്ച ചെയ്യുന്നത് തന്നെ അതിന് ഉപോത്ബലകമായ അടിസ്ഥാന കാരണങ്ങളിലേക്ക് ചർച്ച എത്തണം. നോക്കൂ ശ്രീ നിഷാദ്, ഈ ജനാധിപത്യത്തിൻ്റെ, പ്രത്യേകിച്ച് പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ ചാരുത എന്ന് പറയുന്നത് ശക്തമായ ഭരണപക്ഷവും അതിശക്തമായ പ്രതിപക്ഷവുമാണ്. ഇവിടെ ശക്തമായ ഒരു ഭരണപക്ഷമുണ്ട്, സമ്മതിക്കുന്നു. തീർച്ചയായും ഭാരതീയ ജനതാ പാർട്ടിക്ക്, NDAക്ക് ആവശ്യത്തിന് നമ്പേഴ്സ് ഉണ്ട്, സുസംഘടിതമാണ്, ഒരു കേഡർ സ്വഭാവമുള്ള BJP ഉണ്ട്, അതിനെ നയിക്കാൻ അതിനുള്ള പോഷക സംഘടനകളുണ്ട്, അതിശക്തമായ ഭരണപക്ഷമുണ്ട്. പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ അവസ്ഥ നോക്കൂ. പ്രതിപക്ഷം ഇന്ത്യ മുന്നണിയിലൂടെ ശക്തമായി വരുന്നു എന്ന് പറയുമ്പോഴും ഉള്ളിൽ പ്രതിപക്ഷത്തിൻ്റെ പാർലമെൻറ്റിനുള്ളിലെ പ്രവർത്തനം, അതിനുള്ള ഏകോപനവും നടന്നു വരുന്നു. അപ്പോൾ പ്രതിപക്ഷത്തെ ഓരോരോ അംഗങ്ങളെ ഓരോ തൊടുന്യായം പറഞ്ഞുകൊണ്ട് എങ്ങനെ പുറത്താക്കാം എന്ന ഗവേഷണത്തിലാണ് ഭരണപക്ഷം. അപ്പം യഥാർത്ഥത്തിൽ പ്രതിപക്ഷം നൽകുന്ന ബലം ചില്ലറയല്ല. അതുകൊണ്ട് മഹുവ മൊയ്ത്രയെ പുറത്താക്കാൻ കാട്ടിയ ഒരു തിടുക്കം അല്ലെങ്കിൽ ആ വ്യഗ്രത എന്തുകൊണ്ട് സുരക്ഷാ ഭീഷണിക്ക് കാരണഭൂതനായ മൈസൂർ MP പ്രതാപ് സിംഹയെ പുറത്താക്കാനായി കാട്ടുന്നില്ല? അപ്പോൾ ഇവിടെ ഒരു ഇരട്ടത്താപ്പുണ്ട്. ഇപ്പോൾ ആ ഇരട്ടത്താപ്പിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് നമ്മുടെ പാനലിസ്റ്റായ മുഹമ്മദ് ഫൈസൽ MP, ലക്ഷദ്വീപ് MP. അദ്ദേഹത്തിൻ്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസ് വന്നപ്പോൾ അദ്ദേഹത്തിന് അയോഗ്യത കൽപ്പിച്ചുകൊണ്ടൊരു ഭരണഘടനാ സ്ഥാപനം തന്നെ ഉപയോഗിക്കപ്പെടുന്ന ഒരു അന്തരീക്ഷമുണ്ടായി. അപ്പം അതുപോലെ രാഹുൽ ഗാന്ധിയെ പുറത്താക്കാനുള്ള ഒരു തിടുക്കം. അപ്പം ഇവിടെ എല്ലാം ഒരു പൊളിറ്റിക്കൽ ടിഞ്ച് അതിനകത്ത് കാണാം. അപ്പോൾ പ്രതിപക്ഷത്തിന് ഫലപ്രദമായി ഇടപെടാനാവില്ല. ആരെങ്കിലും ഇടപെട്ടാൽ, മഹുവ മൈത്ര നാക്കുകൊണ്ട് വാഗ്ധോരണി കൊണ്ട് ഇടപെട്ടാൽ പുറത്താക്കപ്പെടും. അല്ലെങ്കിൽ മറ്റാളുകൾ, രാഹുൽ ഗാന്ധി ഭാരതീയ ജോഡോ യാത്ര നടത്തി അല്ലെങ്കിൽ വലിയ തോതിൽ ജനശ്രദ്ധ ആകർഷിക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ പുറത്താക്കപ്പെടാം. അങ്ങനെ വരും. ഇനി അതല്ല എങ്കിൽ ആരെങ്കിലും പ്രോമിസിംഗ് ആയി വന്നാൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ കാണിച്ചുകൊണ്ട്, അങ്ങനെ പല ഉമ്മാക്കികളും കാണിച്ചുകൊണ്ട് പേടിപ്പിക്കുന്ന രീതിയിലേക്ക് വരുന്നു. അപ്പോൾ പ്രതിപക്ഷത്തിന് പ്രവർത്തിക്കാൻ ജനകീയ വിഷയങ്ങൾ, ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന വിലക്കയറ്റം, തൊഴിലില്ലായ്മ, വിശാലമായ ഒരു വിഷയങ്ങളാണ്. ഇത് അവതരിപ്പിക്കാനുള്ള അന്തരീക്ഷം പാർലമെൻറ്റിനുള്ളിൽ ഇല്ല എന്ന തിരിച്ചറിവാണോ ഒരു കൂട്ടം യുവാക്കളെ വേറിട്ട് ചിന്തിപ്പിക്കാൻ ശ്രമിച്ചത്, അതിനുള്ള പ്രേരിപ്പിച്ചത്? ഇതൊരു ന്യായമായ നിഷാദ് ചോദിച്ച ആ ചോദ്യത്തിലേക്ക് വരികയാണ്. ആ ചോദ്യം ഇതാണ്: എന്തുകൊണ്ട് യുവാക്കൾ? അപ്പം നേരിട്ട് കർഷക പ്രതിഷേധം നമ്മൾ കണ്ടു, അത് അടിച്ചമർത്തപ്പെടുന്നത് കണ്ടു, അവസാനം അത് ഇല്ലാതാകുന്നത് കണ്ടു. ഇത് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടും അതിനോടനുബന്ധിച്ചുള്ള പ്രതിഷേധം നമ്മൾ കണ്ടു. ഇപ്പം ജനകീയ പ്രതിഷേധങ്ങളെല്ലാം തന്നെ ഫിസിൽ ഔട്ട് ചെയ്തു പോകുന്ന അവസരത്തിൽ ശ്രദ്ധ ലഭിക്കാനുള്ള ഏക മാർഗം ആ വിഷയങ്ങളായി നിൽക്കുകയാണ്. ആ വിഷയങ്ങൾക്ക് ശ്രദ്ധ ലഭിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ തന്നെ തിരഞ്ഞെടുക്കുകയാണ്. തീർച്ചയായിട്ടും ആ വിഷയങ്ങൾ ഉന്നയിക്കപ്പെടുമല്ലോ. ഇപ്പോൾ നമ്മൾ ലോകമാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് ഈ വിഷയം. ദേശീയ തലത്തിൽ എല്ലാ മാധ്യമങ്ങളും തന്നെ ഇന്നും ഇന്നലെയുമായി ചർച്ച ചെയ്തത് ഈ വിഷയമാണ്. അപ്പോൾ അടിസ്ഥാനപരമായി ഇവർ ഉന്നയിച്ച മുദ്രാവാക്യം എന്താണ്? ഏകാധിപത്യ പ്രവണതകൾ അവസാനിപ്പിക്കൂ, തൊഴിൽ നൽകൂ. ഇത് ഈ 6 പേര്, അതിൽ 5 പേരെങ്കിലും തൊഴിൽ രഹിതരായ ആളുകളാണ്, വിദ്യാസമ്പന്നരാണ് 4 പേരെങ്കിലും. ഒരാൾ BA, MA, MPhil, B.Ed, M.Ed ഇതെല്ലാമുള്ള അധ്യാപകയാകാൻ തയ്യാറെടുക്കുന്നു. അതേ വ്യക്തി നീലം എന്ന് പറയുന്ന ലേഡി, അവർക്ക് സിവിൽ സർവീസ് പരീക്ഷ എഴുതി അതിൽ കയറണമെന്നുണ്ട്. ഏജ് ആണെങ്കിൽ നീണ്ടുപോവുകയും ചെയ്തു. ഇതേ മാനസികാവസ്ഥയിലുള്ള കോടിക്കണക്കിന് യുവാക്കളില്ലേ ഈ ലോകത്ത്, ഈ രാജ്യത്ത്? അതുമാത്രമല്ല, ഒരു എഞ്ചിനീയറിംഗ് ബിരുദധാരിയുണ്ട്, ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന എഞ്ചിനീയറിംഗ് ബിരുദധാരിയുണ്ട്. അപ്പോൾ ഒരു നല്ല ജോലി കിട്ടാൻ, ഗവൺമെൻറ് ജോലി കിട്ടാൻ, അല്ലെങ്കിൽ നന്നായി പ്ലേസ്ഡ് ആകാനുള്ള അന്തരീക്ഷം, പ്രധാനമന്ത്രി 2 കോടി തൊഴിലവസരങ്ങളാണ് ഒരു വർഷമുണ്ടാകുമെന്ന് പറയുന്നത്. ഇതൊക്കെ പ്രഖ്യാപനത്തിൽ ഒതുങ്ങുന്നു. നാരീശക്തി, യുവശക്തി, കർഷക ശക്തി, അടിസ്ഥാനമെടുക്കുന്ന ശക്തി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഉഗ്രമായ പ്രഭാഷണങ്ങൾ നടത്തുമ്പോഴും ഗ്രൗണ്ട് ലെവലിൽ ഈ കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ എന്ന അവസ്ഥ, ഇത് ആര് പറയും? പ്രതിപക്ഷത്തിന് ഇത് പറയാനാവാത്ത ഒരു അന്തരീക്ഷം പാർലമെൻറ്റിൽ ഉണ്ടാവുമ്പോൾ, എന്നാൽ ഞങ്ങളുടേതായ രീതിയിൽ അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന രീതിയിൽ രാജ്യത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ അവർ ശ്രമം നടത്തി. തീർച്ചയായും അപലപനീയമായ മാർഗമാണ് അവരുപയോഗിച്ചിരിക്കുന്നത്. ലക്ഷ്യം നല്ലതെങ്കിലും അവരുപയോഗിച്ച മാർഗം തികച്ചും
മ്ലേച്ഛമായ മാർഗം തന്നെയാണ്. പാർലമെന്റിനെ തിരഞ്ഞെടുക്കാൻ പാടില്ലായിരുന്നു. അത് മാത്രമല്ല, ഇത് തീർച്ചയായും വലിയൊരു സുരക്ഷാ ഭീഷണിയാണ്. പക്ഷേ ആ സുരക്ഷാ ഭീഷണി ചൂണ്ടിക്കാട്ടുന്നതിൽ ഒരു പക്ഷേ BJPയുടെയും പ്രധാനമന്ത്രിയുടെയും ഒരു ആത്മവിശ്വാസത്തിനേറ്റ വലിയ തിരിച്ചടിയാണ്. കാരണം ഒരിക്കലും തകരില്ല എന്ന് പറയുന്ന ടൈറ്റാനിക്കാണ് ഇവിടെ വൾണറബിലിറ്റി കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും അക്കാര്യത്തിൽ സവിശേഷ ഉത്തരവാദിത്തം ഉണ്ടെന്നാണ്. അല്ല, ശ്രീ മുഹമ്മദ് ഫൈസൽ MP ആളുകളെ ഇത്രയും കടുത്ത മാർഗത്തിലൂടെ പ്രതിഷേധിക്കാൻ പ്രേരിപ്പിക്കുന്നത് മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങൾ ശരിയാവണ്ണം നിങ്ങൾ ഏറ്റെടുക്കുന്നില്ല എന്ന നിരാശ കൊണ്ടാണോ? ഇല്ല, ഇവിടെ വളരെ വ്യക്തമായിട്ട് ജനങ്ങൾക്കറിയാം, മനസ്സിലാക്കുന്ന ജനങ്ങൾക്കും അറിയാൻ പറ്റുന്നുണ്ട്. ഇന്നിപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രതിപക്ഷത്തെ അടിച്ചമർത്തുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ടൂളാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസായി അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, CBI, ഇൻകം ടാക്സ്, IB ഇങ്ങനെയുള്ള ഈ ഏജൻസികളൊക്കെ വച്ചുകൊണ്ട് തന്നെ ആരൊക്കെയാണോ ഗവൺമെൻറ്റിനെതിരെ സംസാരിക്കുന്നത്, ജനങ്ങളുടെ വിഷയം പൊതുമധ്യത്തിൽ വെക്കുന്നത്, ഇന്ന് ഇവർ വിളിച്ച മുദ്രാവാക്യങ്ങൾ പാർലമെൻറ്റിനകത്തും ചർച്ചാ വിഷയങ്ങളുമാക്കുന്ന MP ആരൊക്കെയാണോ ഇവരെയൊക്കെ അടിച്ചമർത്തുക ഈ ഏജൻസിയെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് 95% EDയുടെ കേസുകൾ, CBIയുടെ കേസുകൾ മുഴുവനും പ്രതിപക്ഷ MPമാർക്കെതിരായിട്ട് ഉപയോഗിച്ചു കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ഏജൻസികളൊക്കെ തന്നെ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJPയുടെ ഒരു പാർട്ട്ണറായി അല്ലെങ്കിൽ സഖ്യകക്ഷിയായിക്കൊണ്ട് നിലനിർത്തിക്കൊണ്ട് പോകുന്നു അല്ലെങ്കിൽ നിന്നു പോകുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാതെ എല്ലാവരും അംഗീകരിച്ച കാര്യമാണ്. ഇന്ന് ഈ ഇന്ത്യ സഖ്യം രൂപീകൃതപ്പെട്ടപ്പോൾ അതിനെ എങ്ങനെ തകിടം മറിക്കാമെന്നുള്ള രീതിയിലേക്കുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് ഡൽഹി ഗവൺമെൻറ്റിലാണെങ്കിൽ ഇന്ന് അടുത്തത് ചിലപ്പോൾ കെജ്രിവാൾ മുഖ്യമന്ത്രിയായിരിക്കും അവർ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത്. ഓരോ MPമാരെയും ഓരോ MLAമാരെയും പാർട്ടി ഈവൻ ഈ പറയപ്പെടുന്ന ആരോപിച്ച ഓരോ വ്യക്തികളും പാർട്ടി മാറി BJPയിലേക്ക് വരുമ്പോൾ അവർ വളരെ ശുദ്ധന്മാരായി മാറുന്നു എന്നുള്ള ഒരു പ്രത്യേകമായിട്ടുള്ളൊരു വാഷിംഗ് മെഷീനാണ് BJPയുടെ പക്കലുള്ളതെന്ന് പറയേണ്ട സാഹചര്യം. ഇവിടെ BJP എന്ന് പറയുന്ന ഈ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ സഖ്യത്തെ പ്രതിപക്ഷത്തെ തന്നെ അടിച്ചമർത്തുന്നതിലൂടെ ഇവിടെ ജനങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. കാരണം ഇവിടെ ജനങ്ങളുടെ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന MPമാരെ അല്ലെങ്കിൽ അവരുടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ന് രണ്ടാമത്തെ കാര്യം, ഈ പറയപ്പെടുന്ന പാർലമെൻറ്റിലേക്ക് കടന്നു വരാനുള്ള പ്രചോദനങ്ങൾ എവിടെ നിന്ന് ലഭിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പുതിയ പാർലമെൻറ്റ് തുടങ്ങിയ അതേ ദിവസം അന്ന് വളരെ അഭിമാനപൂർവ്വം ഈ ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു ബില്ലാണ് വനിതാ സംരക്ഷണ വിമൻസ് റിസർവേഷൻ ബില്ല്. ആ ബില്ല് പാസ്സാക്കിയെടുക്കുന്ന അല്ലെങ്കിൽ അവതരിപ്പിക്കുന്ന സമയത്ത് ഈ വിസിറ്റേഴ്സ് ഗാലറിയിൽ രാജസ്ഥാനിൽ നിന്നും ഒരുപാട് പല സ്ഥലങ്ങളിൽ നിന്ന് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളിൽ നിന്നും സ്ത്രീകളെ കൊണ്ടുവന്നുകൊണ്ട് അവിടെ ഈ വിസിറ്റേഴ്സ് ഗാലറി നടക്കുകയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി സംസാരിക്കാൻ എണീറ്റ് നിൽക്കുമ്പോഴേക്കും ഗാലറികളിൽ നിന്നും മുദ്രാവാക്യം വരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇന്ന് വരെയായിട്ട് ആരാണ് ഈ മുദ്രാവാക്യം വിളിച്ചതെന്നോ ഇത് ചെയ്യാൻ പാടില്ലാത്ത സംഭവം അവർക്കെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയോ ഒരു അന്വേഷണം നടത്തുകയോ പാർലമെൻറ്റിൽ ഈ വിഷയം പ്രതിപക്ഷ MPമാർ ഇൻ റൈറ്റിങ്ങിലും 0 ഓവറിലും ആവശ്യപ്പെട്ടിട്ട് പോലും അതിനൊരു മറുപടി പോലും കൊടുക്കാതെ അത് യാതൊരു രീതിയിലും ഒരു പുരോഗമനമില്ലാത്ത രീതിയിലേക്ക് മാറുകയുണ്ടായി. നേരത്തെ നിഷാദ് ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞതുപോലെ ഇന്ന് പാർലമെൻറ്റിലേക്ക് ഇരച്ചു കയറിയ ഈ 2 യുവാക്കളെ പാർലമെൻറ്റ് പാസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് പ്രതിപക്ഷത്തുള്ള ഏതെങ്കിലും ഒരു MP ആയിരുന്നുവെങ്കിൽ ഇന്ന് ഈ പാനൽ ചർച്ചയിൽ BJPയുടെ മെമ്പർമാർ ഉണ്ടാവുമായിരുന്നു. അത് ഏതൊക്കെ രീതിയിൽ അതിനെ വളച്ചൊടിച്ചുകൊണ്ട് ഏതൊക്കെ രീതിയിലേക്ക് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി BJP ശ്രമിക്കുമായിരുന്നു എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതായിരിക്കും. ഇന്നലെയും ഇന്നുമായിട്ട് ഒരു ചർച്ചയിലും BJP പങ്കെടുക്കുന്നില്ല. പാർലമെൻറ്റിൻ്റെ അകത്ത് സംസാരിക്കേണ്ട, ഇതിന് വേണ്ടത്ര റെസ്പോൺസ് നൽകേണ്ട മിനിസ്റ്റർ, അത് ഓണറബിൾ ഹോം മിനിസ്റ്റർ വരെ പാർലമെൻറ്റിൽ വന്ന് സംസാരിക്കാൻ പോലും തയ്യാറാകുന്നില്ല. ഇതിനെതിരെ പ്രതിഷേധിച്ചവരെ MPമാരെ സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
ആദ്യം 5 ആളെ സസ്പെൻഡ് ചെയ്ത് പിന്നീട് പിന്നെ 9 ആളെ സസ്പെൻഡ് ചെയ്തു. ഇപ്പം നാളെ എത്ര എം പിമാരെ സസ്പെൻഡ് ചെയ്യുമെന്നറിയില്ല. ഇവിടെയൊക്കെ ഗവൺമെൻറ്റിൻ്റെ സമീപനങ്ങൾ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട് ജനങ്ങൾ. ഈ വിഷയങ്ങൾ മുന്നോട്ട് വെക്കുന്ന വിഷയങ്ങളൊക്കെ തന്നെ ഇന്ന് ജനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങളൊക്കെ തന്നെ മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്ന എം പിമാരെ അല്ലെങ്കിൽ പ്രതിനിധികളെ അടിച്ചമർത്തുക, ഇല്ലാണ്ടാക്കുക, സഭയിൽ നിന്ന് പുറത്താക്കുക, ഏതെങ്കിലും രീതിയിൽ സസ്പെൻഡ് ചെയ്തെങ്കിലും വിടുക, ഈ സഭയിൽ അവരുണ്ടാവരുത് എന്നുള്ള രീതിയിലേക്കുള്ള സമീപനം എടുത്തുകൊണ്ട് പോകുന്ന ഗവൺമെൻറ്റിന് പൊതുജനം മനസ്സിലാക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ മനസ്സിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും അവർ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എടുത്ത പ്രവർത്തനം രീതി ശരിയല്ല എന്ന് 100% നമുക്ക് അറിയാമെങ്കിലും പക്ഷേ ആ ശ്രദ്ധ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന 2 ദിവസമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ഇതുതന്നെയാണ്. ഈ രീതിയിലേക്ക് ഗവൺമെൻറ്റിനെ കൊണ്ടുപോയി എത്തിക്കുന്ന ഘടകം എന്താണ്? ഇവിടെ പ്രതിപക്ഷമേ ഉണ്ടാവരുത്, ഞങ്ങൾക്കെതിരെ ആരും സംസാരിക്കരുത് എന്നുള്ള ഒരു തീരുമാനം. അതൊരിക്കലും ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ഭരണഘടന ഉൾക്കൊള്ളുന്ന ഒരു രാജ്യത്ത് അത് ഒരിക്കലും വച്ചു പുറക്കാൻ പറ്റുന്ന സംഗതിയല്ല. ഇവിടുത്തെ ചെറുപ്പക്കാരായിട്ടുള്ള ഓരോ വ്യക്തികളും കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ശരി. അല്ല, ശ്രീ PDT ആചാരി, ഇപ്പോൾ സർക്കാർ ഇതിനകത്ത് ഈ ഉത്തരവാദികൾ അന്ന് കണ്ട ആളുകളെ 7 വരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു, അന്വേഷണത്തിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ ഗവൺമെന്റ് അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നാണ് തോന്നുന്നത് താങ്കൾക്ക്? ഈ സുരക്ഷാ കാര്യങ്ങൾ ഏകോപിപ്പിച്ച ഒരു പരിചയമുള്ള ആൾ നിലയ്ക്ക് ഇത്ര വലിയൊരു ബ്രീച്ച് ഉണ്ടായാൽ പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ പറഞ്ഞ എക്യുപ്മെന്റ്സിനടക്കം പ്രശ്നമുണ്ടെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും എക്യുപ്മെന്റിന് പ്രശ്നമുണ്ട് എന്നുള്ളത് വ്യക്തമായില്ലേ? അവര് ഒരു തടസ്സമില്ലാതെ ഗാലറിയിൽ വന്ന് കയറി ഇരുന്നില്ലേ ഈ കനിസ്റ്ററിങ് കൊണ്ട്? അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആ എക്യുപ്മെന്റ് എല്ലാം മോശമാണ്. ആ എക്യുപ്മെന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിറ്റക്ട് ചെയ്യാൻ കഴിവില്ലാത്തതാണ് എന്നുള്ളത് വ്യക്തമായി. അത് തന്നെ ഒരു വാസം പറഞ്ഞാൽ വളരെ ഒരു നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഇന്ത്യൻ പാർലമെന്റിൽ അതും മുമ്പ് പറഞ്ഞതുപോലെ അനേകം കോടി രൂപ ചെലവാക്കി ഏറ്റവും ആധുനികമായ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു കെട്ടിടത്തില് അങ്ങനെ ഒരു കാര്യം ഉണ്ടാവുക എന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. പിന്നെ ഇതില് ഇപ്പൊ ഈ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഒക്കെ റേസ് ചെയ്തതിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നത്, ഞാൻ സാധാരണ അങ്ങനെ പ്രതികരിക്കാറുമില്ല. പിന്നെ ഈ ഇപ്പൊ സഭയില് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് വരിക എന്ന് പറയുന്നത് അതൊരു മിനിമം എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഏത് ഗവൺമെന്റ്, ഇതിപ്പോ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഗവൺമെന്റിന്റെ കീഴിലുള്ളതാണ്, ഹോം മിനിസ്ട്രിയുടെ കീഴിലുള്ളതാണ്. അപ്പൊ അത്രയും വളരെ ഭയങ്കരമായ ഒരു സെക്യൂരിറ്റി ലാപ്സ് ഉണ്ടായി. പാർലമെന്റിനകത്ത് ആളുകൾ വന്ന് കയറി അവിടെ ഗ്യാസ് റിലീസ് ചെയ്തു, കനിസ്റ്റർ എടുത്തു, ഗ്യാസ് റിലീസ് ചെയ്തു. ഇങ്ങനെയൊക്കെയുള്ള സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ മാറിയൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ അത് വളരെ ഒരിടത്തും നടക്കാത്ത ഒരു കാര്യമാണത്. അത്രയും വലിയൊരു സെക്യൂരിറ്റി വീഴ്ച ഉണ്ടായ ഒരു സമയത്ത് അതിനെക്കുറിച്ച് അതിന്റെ ഗവൺമെന്റ് ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസീസ് നടത്തിയിരിക്കുന്ന ഫൈൻഡിങ് എന്താണ്? ഈ മാതിരി കാര്യങ്ങളെക്കുറിച്ച് certainly ഗവൺമെന്റ് അവിടെ വന്ന് സ്റ്റേറ്റ്മെന്റ് ഇറക്കേണ്ടത് തന്നെയാണ്. അത് അവർ വാസ്തവത്തിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നൊരു ഡിമാൻഡ് ആവശ്യം പോലും ഇല്ല. അതില്ലാതെ തന്നെ സുവമോട്ടു അവർ വന്ന് ഒരു പ്രസ്താവന ഇറക്കി ഈ രാജ്യത്തിനെയും സഭയെയും അഷ്വർ ചെയ്യേണ്ടതാണ്. ഇതാണ് സംഗതി, അത് നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ ഉള്ളത്. കാരണം എന്തായിരുന്നാലും ഈ സെക്യൂരിറ്റിയുടെ ഒരു ഡ്രാസ്റ്റിക് റിവ്യൂ ആവശ്യമാണ് എന്ന് തോന്നുന്നു. കാരണം ഞാനിത് നോക്കി കാണുന്നത് അതിൽ പല ലാപ്സസും അതിൽ കാണുന്നുണ്ട്. അത് certainly should be addressed. അതിന് ശരിക്കൊരു ഡ്രാസ്റ്റിക് റിവ്യൂ ആവശ്യമാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനെക്കുറിച്ച് അത്രയും എനിക്ക് പറയാനുള്ളൂ, മറ്റു കാര്യങ്ങളൊന്നും പറയാൻ. ഓക്കെ, അതായത് പാർലമെന്റ് സുരക്ഷ എന്ന് നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ രാജ്യത്തെ സകല VIPസും ഒരേ സമയം പങ്കെടുക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് പ്രൈം ടാർഗറ്റാണ്. അവിടെ ഈ സുരക്ഷാ വീഴ്ച എങ്ങനെ ഉണ്ടായി എന്ന് വിശദീകരിക്കാനും സർക്കാരിന് കഴിയണം. അവർ പ്രൊട്ടസ്റ്റ് ചെയ്ത് മടങ്ങിപ്പോയി എന്നതുകൊണ്ട് എല്ലാം കഴിഞ്ഞു എന്ന നിലയെടുക്കുന്നത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഒപ്പം തന്നെ ആളുകൾ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ ഇത്തരം മാർഗ്ഗങ്ങൾ തേടുന്നത് എന്തുകൊണ്ടാണ്, അവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ എന്താണ് എന്ന കാര്യത്തിൽ ചർച്ച ഉണ്ടാവുക എന്നതും പ്രധാന സംഗതിയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ശ്രീ PDT ആചാരി, ശ്രീ മോഹൻ വർഗീസ്, ഒപ്പം തന്നെ MP ശ്രീ മുഹമ്മദ് ഫൈസൽ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.